ദേഷ്യപ്പെടുക എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ ചില പരിപാടിയൊക്കെ ഉണ്ട്. അത് ദേഷ്യപ്പെടലല്ല മോനെ, അത് ചെയ്യണ്ട കേട്ടോ, അങ്ങനെ ആ പരിപാടി ഒന്നും വേണ്ട, അതൊക്കെ പറഞ്ഞിട്ടില്ല. വാണിംഗ് സ്നേഹത്തോടു കൂടി. അത് ദേഷ്യപ്പെടലിനെക്കാട്ടും ഭീകര. അതായത് സുധീഷ് ചേട്ടന്റെ തോളിൽ കൈവച്ചിട്ടേ എന്നോട് നിർത്തിക്കോട്ടാ കൃത്യസമയത്തൊക്കെ വരണം കേട്ടോ. എന്റെ തോളിലാ കൈ, കാരണം ഞാനാണ് വരേണ്ടതെന്നുള്ള രീതിയിൽ എടുത്ത് പറയും. ലൊക്കേഷനിൽ രാവിലെ കൃത്യസമയത്തൊക്കെ വരണം കേട്ടോ, കൃത്യത പാലിക്കണം. ഓക്കെ, പൊതുവെ പറയാം, നമ്മൾ പണ്ട് മുതലേ സിനിമയിൽ സജീവമായിട്ടുള്ള ആളുകൾ ഭയങ്കര ഡിസിപ്ലിൻ ആയിരിക്കും. കൃത്യസമയത്ത് വരിക, സിനിമയിൽ ആക്റ്റീവ് ആവുക, അങ്ങനെ തന്നെ ഫോളോ ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. ഞങ്ങളൊക്കെ തമാശക്ക് നമ്മളൊക്കെ എന്താ നിങ്ങൾ ഇത്ര നേരത്തെ വന്നതെന്ന് ചോദിപ്പിക്കുന്നവരാണ്. നേരത്തെ വന്നത് ജഗദീഷേട്ടൻ തലേ ദിവസമേ വരും. അവിടെ തന്നെയാണോ സംശയം തോന്നുന്നു, കാരണം രാവിലെ വരുമ്പോഴേക്കും അവിടെ ഉണ്ടാവും. ഇന്നലെ ഇവിടെ തന്നെ ആയിരുന്നു തോന്നുന്നു. പക്ഷെ പുള്ളിക്കൊരു വാശിയത് നേരത്തെ എത്തണം, തോപ്പിക്കണം ആൾക്കാർ. ജഗദീഷ് ചേട്ടൻ പടത്തില് ക്യാരക്ടർ വൈസ് തന്നെ ഇവരുടെയൊക്കെ ഒരു ക്യാപ്റ്റനാണ്, നേതാവാണ്. സെറ്റിലും ആക്ച്വലി അതുപോലെ തന്നെ. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജഗദീഷ് ചേട്ടന് 7 മണിക്ക് ഷൂട്ട് എന്ന് പറഞ്ഞാൽ 6:55 റെഡിയാവും. അപ്പോൾ ആളവിടെ ഉണ്ടാവും. അപ്പോൾ ഇവരൊക്കെ ഇതുപോലെ 7 മണി അല്ലെങ്കിൽ 7:05 എന്നൊക്കെ പറയുമ്പോൾ കറക്റ്റ് 7 മണി ജഗദീഷ് ചേട്ടനാണ് എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്ത് പെട്ടെന്ന് സമയം പോകും. ജഗദീഷ് ചേട്ടൻ വന്ന് മേക്കപ്പ് ഒക്കെ ചെയ്ത് കാരവൻ മേക്കപ്പ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് പുള്ളി പുറത്തേക്ക് ഇറങ്ങും. കാരണം ഇവരൊന്നും വാമപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ടീമിനെ, ക്രൂവിനെ, പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി നടക്കാൻ വേണ്ടിയിട്ട് ജഗദീഷ് ചേട്ടൻ പോയി നിന്ന് വാമപ്പ് ചെയ്ത് അതൊക്കെ ഭയങ്കര ഇതാണ്. വൈകുന്നേരം വരെ സുധീഷ് ചേട്ടൻ ജഗദീഷ് ചേട്ടന്റെ കാരവാനിലിരിക്കും. വൈകുന്നേരം ആകുമ്പോ എന്താണെന്ന് അറിയില്ല, അവിടെ നിന്ന് ഇറങ്ങി വരും. മനസ്സിലായിട്ടില്ല. നമ്മളെല്ലാം ഞാൻ പറഞ്ഞില്ല, എല്ലാവരും എല്ലാ സ്ഥലത്തും എത്തണ്ടേ, തൃപ്തിപ്പെടുത്തണ്ടേ നമ്മൾ. അഭിരാം വിളിക്കുമ്പോ അങ്ങോട്ട് പോകും. ഞാൻ വിളിച്ചിട്ടോ. പക്ഷെ സുധീഷ് ചേട്ടൻ അവരുടെ കൂടെ ഇരിക്കുമ്പോഴല്ലോ, ഈ സുധീഷ് ചേട്ടനല്ല, ഭയങ്കര സൈലന്റ്, ഭയങ്കര ഒബീഡിയന്റ്. എന്താ പറയാ, ഇങ്ങനത്തെ ഒരു സുധീഷ് ചേട്ടൻ നിങ്ങള് കാണൂല. അതായത് അച്ചടക്കം, ക്ഷമ, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കും. നമ്മളന്ന് കേൾവിക്കാരനായിട്ടാണ് അവിടെ ഇരിക്കുക. ചേട്ടനൊന്നുമില്ല സംസാരിക്കാനപ്പോ, സംസാരിക്കാനുള്ള ഗ്യാപ്പ് കിട്ടാ മനസ്സുണ്ട് ഞങ്ങ, അപ്പൊ നമ്മുടെ കൂടെ പറ്റത്തില്ല. പിന്നെ ഒരുപാട് പഴയ എന്താ പറയാ സിനിമകളെ കുറിച്ചൊക്കെ എനിക്കറിയാം. പിന്നെ പാട്ടുകൾ ഇവർ രണ്ടുപേരും പാടുമല്ലോ ഗംഭീരമായിട്ട്. അപ്പൊ കുറെ പാട്ടുകളെ കുറിച്ച് മനോജ് ചേട്ടനും പാടും. അപ്പൊ ഇവർ 3 പേരും പാട്ടുകളെ കുറിച്ചും സംഗീത സംവിധായകരെ കുറിച്ചും ഗാനരചയിതാക്കളെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യം സംസാരിക്കുക. അവരുടെ പേഴ്സണൽ കാര്യങ്ങളും മറ്റും അതൊക്കെ നമുക്ക് പുതിയ അനുഭവങ്ങളാണ്. ഇത്രയും ദിവസങ്ങൾ ഒരുമിച്ച് ഞാൻ ഇവരെ കൂടി ഇരുന്നിട്ടില്ല. ഇവിടെ അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും ഇവരോട് ഇത്രയും ദിവസങ്ങൾ ഒരുമിച്ചിരിക്കാൻ പറ്റിയത് ഇപ്പോഴാണ് ആദ്യമായിട്ടാണ്. ക്വാളിറ്റി ടൈം. അപ്പൊ അതിൽ കുറെ അനുഭവങ്ങൾ കേൾക്കാൻ പറ്റും.